ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ദേ നമ്മുടെ കിരണും അതുപോലെ ആദർശും കൂടി കൂട്ടുകാരനെ കണ്ട് സംസാരിച്ച് AN ജ്വല്ലറിയുടെ യഥാർത്ഥ അവകാശി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരുങ്ങുക. അപ്പോൾ ഇപ്പം രംഗത്ത് വന്നിരിക്കുന്ന ആൾ വേറെ ഉടായിപ്പാണെന്നും അയാൾക്ക് പിറകിൽ ശക്തനായ ഒരാളുണ്ടെന്ന കാര്യവും ഇവർക്ക് മനസ്സിലായി. ഇവരത് പരസ്പരം പറയുകയും ചെയ്തു. അപ്പോൾ അതാരാണെന്ന് കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. എൻ്റെ ശത്രു നേരായ മാർഗത്തിലൂടെയല്ല ഒന്നും നേടാനായിട്ട് ശ്രമിക്കുന്നതെന്നും അവൻ ചതിയിലൂടെയാണ് കാര്യങ്ങളെല്ലാം നടത്തുന്നതെന്നും ആദർശ് പറയുമ്പോൾ ഈ വന്ന കൂട്ടുകാരനോട് നമ്മുടെ കിരൺ പറയണം, എടാ 2 പ്രാവശ്യമാണ് ഇവനെ ചതിയിലാക്കാൻ അവർ നോക്കിയത്. ഇവൻ്റെ മുത്തശ്ശൻ വിചാരിച്ചില്ലായിരുന്നു എങ്കിൽ ഇവനിപ്പോൾ ദുബായിലെ ജയിലിലായനെ. പിന്നെ പോലീസുകാരും ചില നേരത്ത് എൻ്റെ സഹായമൊക്കെ തേടുന്നുണ്ടടാ. അതുകൊണ്ട് അവരാരും എന്നെ ഈ ഒരു ലിസ്റ്റിൽ പെടുത്തിയിട്ടില്ല. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ ഡേവിഡിൻ്റെ സോഴ്സ് ഞാൻ കണ്ടെത്തിക്കോളാമെന്ന് ഇദ്ദേഹം പറയൂ കേട്ടോ. പിന്നെ അയാളെ തെറ്റിദ്ധരിപ്പിക്കണമെങ്കിൽ അതിന് നമുക്ക് വഴിയുണ്ടെന്നും ഈ കൂട്ടുകാരൻ പറയുന്നു. അപ്പോൾ എന്നാൽ ശരിയടാ, ഞങ്ങളെന്തായാലും ഇടയ്ക്ക് തന്നെ കാണാൻ വന്നോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ശരി, ഓക്കെ പറഞ്ഞു. യാത്ര പറഞ്ഞ് അവരങ്ങ് പോകുന്നു. ഈ ചേട്ടനാണെങ്കിൽ അവിടെ ഇരുന്ന് തൻ്റെ ജോലിയും കാര്യങ്ങളും ഒക്കെ ചെയ്യുവാണ്. അത് കഴിഞ്ഞ് പിന്നെ പുറത്ത് ഇറങ്ങിയിട്ട് ഈ സ്വർണ്ണ ബിസിനസ്സുമായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലാത്ത ആളാണ് ഈ ഡേവിഡ് എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞ് കിരണും ആദർശും കൂടെ പറയുക. അപ്പോൾ അത് ഞാൻ നിന്നോട് നേരത്തെ തന്നെ പറഞ്ഞതല്ലേ എന്ന് ചോദിച്ചു കിരൺ. അയാൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉൾപ്പെടെ പല മേഖലകളിലും കൈവച്ചിട്ടുണ്ട്. സ്വർണത്തിൻ്റെ ബിസിനസ്സിലേക്ക് അയാൾ വന്നത് ഈ അടുത്ത കാലത്താണെന്ന് കിരൺ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്ന ഒരാൾക്ക് ഇത്ര പെട്ടെന്ന് കേരളത്തിലും ദുബായിലും ഇങ്ങനെയൊക്കെ വളരാൻ പറ്റുമോ എന്ന് ചോദിച്ചു കിരണിനോട് ആദർശ്. അതൊക്കെ പ്രയാസമാണ്. പിന്നെ പണം ഉണ്ടെങ്കിൽ എന്ത് നടക്കുമെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ സ്വർണ്ണ ബിസിനസ്സിലും അതുപോലെ കൺസ്ട്രക്ഷൻ ഫീൽഡിലും ഒക്കെ ട്രസ്റ്റ് അത് വലിയൊരു ഘടകം തന്നെയാണെന്ന കാര്യം പറഞ്ഞു. അത് നേടിയെടുക്കാൻ ചുരുങ്ങിയതൊരു 10 വർഷമെങ്കിലും വേണമെന്ന് പറഞ്ഞു. എടാ, അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് വെറും 2 വർഷം കൊണ്ട് ജ്വല്ലറി ഈ രീതിയിൽ കൊണ്ടുവന്ന് എത്തിച്ച് അയാൾ നടത്തിയിരിക്കുന്നത്. പിന്നെ ദുബായിലാണ് ഈ 2 വർഷവും അയാൾ നിന്നത്. ഇവിടെ AN ജ്വല്ലറി ജോയിൻ ചെയ്തിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ജ്വല്ലറി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ ഉള്ള സമയം പോലും ആയിട്ടില്ല. അവിടെ മുങ്ങി താണിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അറിയാം. ഒരു ജ്വല്ലറി പേരെടുക്കാൻ വേണ്ടി എത്രമാത്രം റിസ്ക് ഉണ്ടെന്ന്. പ്രത്യേകിച്ച് കോമ്പറ്റീഷനൊപ്പം സ്വർണത്തിൻ്റെ വില ഭയങ്കരമായിട്ട് കൂടിയിരിക്കാം. അവിടെ ആൾക്കാരുടെ തള്ളിക്കയറ്റം ഉണ്ടാകണമെങ്കിൽ അത് കേവലം പബ്ലിസിറ്റി കൊണ്ടൊന്നും കാര്യം നടക്കത്തില്ല എന്നും കിരൺ ഇങ്ങനെ പറയുകയും ചെയ്തു. ഈ ജ്വല്ലറി ബിസിനസ്സുമായി ബന്ധപ്പെട്ട് തഴക്കവും പഴക്കവും ഉള്ള ആരോ അവരെ സഹായിക്കുന്നുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്ന് പറയുമ്പം അതാരായിരിക്കും എന്ന് ആദർശ് ചോദിച്ചു. അയാളെ കണ്ടെത്തി കഴിഞ്ഞാൽ പകുതി ജോലി നമ്മുടെ അവസാനിച്ചു എന്ന് ആദർശ് പറയുക. ഞാൻ ദുബായിൽ പോയതും മുംബൈയിൽ പോയതും കൃത്യമായിട്ട് ഈ വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടെന്നും അതിനനുസരിച്ചാണ് ഓരോന്ന് ചെയ്തിരിക്കുന്നതെന്നും ആദർശ് പറയുമ്പോൾ, എടാ അങ്ങനെ മനസ്സിലാക്കാൻ അത് പ്രയാസമില്ലല്ലോ. തൻ്റെ വീട്ടിൽ തന്നെ ഒരു വലിയ കുറുക്കനല്ലേടാ ഉള്ളത്. പിന്നെ അവന് കള്ളക്കടത്ത് സ്വർണ്ണമായിട്ടൊക്കെ ബന്ധമുണ്ട്. അതിൻ്റെ പേരിൽ അവൻ ജയിലിലും കിടന്നിട്ടുള്ള കഥയൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ. അവൻ ഈ പറയുന്ന ടീമുകളുമായിട്ട് ബന്ധമില്ലെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുമോടാ എന്നൊക്കെ കിരൺ നേരം ചോദിച്ചു. അതുമാത്രമാണോ, അവൻ്റെ ഭാര്യയല്ലേ AN ജ്വല്ലറിയുടെ മോഡലായിട്ട് വന്നിരിക്കുന്നത്. അപ്പം പിന്നെ അതൊക്കെ എങ്ങനെ സംഭവിക്കാനാ? അവൻ്റെ നമ്പർ സൈബർ സെല്ലിൽ 2-3 ഫ്രണ്ട്സിന് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആരൊക്കെ വിളിക്കുന്നുണ്ട് എടുക്കുന്നുണ്ടെന്നൊക്കെ അപ്പം തന്നെ അറിയാനും കഴിയുന്നുണ്ടെന്ന് പറഞ്ഞു. അവന് ഡേവിഡുമായിട്ട് നല്ല കണക്ഷനൊക്കെ ഉണ്ടെന്ന കാര്യം ആദർശ് പറയുമ്പം അവൻ ആരുമായിട്ടൊക്കെ കണക്ഷൻ ഉണ്ടെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തരുവടാ, നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു കിരൺ. എന്തായാലും നമ്മൾ കാണേണ്ട ആൾക്കാരെ കണ്ടല്ലോ, അവന് അസാധ്യ ഐക്യമുള്ളവനാകട്ടോ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ ഇരുന്നുകൊണ്ട് അവൻ കോൾ ചെയ്താൽ മതി, അത് അമേരിക്കയിലാണെന്നും ജർമ്മനിയിലാണെന്നും ഒക്കെ നമുക്ക് തോന്നും. അങ്ങനെയാണ് അവൻ നമ്പർ സെറ്റ് ചെയ്യുന്നതെന്ന കാര്യമൊക്കെ ഇങ്ങനെ കിരൺ പറയുമ്പം ഇതുപോലെ കഴിവുള്ള ആൾക്കാരെ മറ്റുള്ളവർ പ്രയോജനപ്പെടുത്തിയാൽ അവൻ്റെ നമ്പർ പിടിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കില്ല എന്ന് ചോദിച്ചു ആദർശ്. അങ്ങനെ വന്നാൽ അതും അവൻ പറയൂടാ, അടുത്ത കൂടിക്കാഴ്ചയിൽ നമുക്ക് കുറച്ചുകൂടി ഇതിനൊക്കെ വ്യക്തത കിട്ടുമെന്നും കിരൺ ആദർശിനോട് പറയുവാണ്. നീ ധൈര്യമായിട്ടിരിക്കുക, ടെൻഷൻ അടിക്കാതെടാ. അടുത്ത വിഷുവിനല്ലേ അവർ 2ാമത്തെ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. ഭാഗ്യവശാൽ എനിക്കും കല്യാണിക്കും അവനെ കയറി പറ്റാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. നീ ധൈര്യമായിട്ടിരിക്കുക. അതുകൊണ്ട് വിഷുവിന് മുൻപ് ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് കുറച്ചുകൂടി വ്യക്തത കിട്ടുമെന്ന് നീ ധൈര്യമായിട്ടിരിക്കടാ എന്നൊക്കെ പറഞ്ഞ് കിരൺ ഭയങ്കര ആത്മവിശ്വാസം കൊടുക്കാം. പിന്നെ ഈ പറയുന്ന ഡേവിഡിൻ്റെ പിന്നിൽ കരുത്തനായ ഒരാളുണ്ടെന്ന് 100% ഉറപ്പാണ്. അയാൾ വെറും ബിനാമിയാണെന്നുള്ള നിന്റെ തോന്നലുണ്ടല്ലോ, അത് 100% സത്യമാവാനുള്ള സാധ്യത തന്നെ ഉണ്ടെന്നും കിരൺ ആദർശിനോട് പറയുകയും ചെയ്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശിന് കുറച്ചുകൂടി ഒരു ടെൻഷൻ. 2 പേരും കൂടി ഇങ്ങനെ ഇരിക്കാം. ആ സമയത്ത് അവിടെ നമ്മുടെ മൂഢസ്വർഗത്തിലിരുന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്
ജലജയുടെ ഭർത്താവും അതുപോലെ ഡേവിഡും ഒക്കെ ഇത്രയും രൂപയുടെ ഡയമണ്ട് അയാൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ പിന്നെ പിടിച്ചാൽ കിട്ടത്തില്ലടോ എന്ന് പറഞ്ഞു ഡേവിഡിനോട് ഇയാൾ പറയുക. മോളും തൊട്ടരികിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിവിടേക്ക് വന്നപ്പോൾ കാര്യങ്ങൾ ഇത്രയും അനുകൂലമാകുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്നൊക്കെ ഇയാൾ പറയണം. എൻ്റെ മോൾ എൻ്റെ കൂടെ കൂടിയതിന് ശേഷം നമ്മുടെ കയ്യിൽ വന്ന് വീഴുന്നതൊക്കെ വലിയ വലിയ വേരുകളാണല്ലോടോ എന്ന് പറയുമ്പം അതെ അതെ എന്ന് ഡേവിഡ്. മോള് നല്ല രാശിയുള്ള കൂട്ടത്തിലാണെന്നൊക്കെ പറയുമ്പം ഈ വിഷു നമുക്ക് സ്വന്തമാണല്ലേ അച്ഛാ എന്ന് മോള് ചോദിക്കുമോ. നമ്മൾ തൂക്കിയെന്ന് കൂട്ടിക്കോ മോളെ എന്ന് അച്ഛൻ. ഇതുകൊണ്ടൊന്നും നമ്മുടെ വിജയം അവസാനിക്കരുതച്ചാ എന്ന് അച്ഛനോട് മോള് പറഞ്ഞു കൊടുക്കുക. നയന കളക്ഷൻസ് ആ പേര് കേരളം മുഴുവൻ അലയടിക്കായിരുന്നു കഴിഞ്ഞ ഓണത്തിനൊക്കെ എന്ന് അവന്തിക അച്ഛനോട് പറയണു. അച്ഛനതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ദേഷ്യം. അത് ശരിയാ, ഇപ്പോഴും നയന കളക്ഷൻസിന് ഡിമാൻഡ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞു ഈ ഡേവിഡ്. അപ്പോൾ അതിന് വെല്ലുന്നൊരു ബ്രാൻഡ് വേണം നമുക്കുണ്ടാവാനെന്ന് അവന്തിക അച്ഛനോട് പറയുന്നു. AN ജ്വല്ലറിയുടെ ആഭരണങ്ങൾ മാർക്കറ്റ് കീഴടക്കണമെന്നും പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ മോള് പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഇയാൾ പറയാം. ടാലൻ്റ് ഉള്ള പലരും വന്നിട്ടുണ്ട്. പിന്നെ മോളും അവരുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ കണ്ടതാണല്ലോ. പക്ഷേ ആരും അത്ര പോരച്ചാ. നയന കളക്ഷൻസുമായിട്ട് പിടിച്ചു നിൽക്കുന്ന ആരും ആ ഒരു ലിസ്റ്റിൽ ഇല്ല എന്ന് പറയുമ്പം ഇനിയും വരും മോളെ പലരും എന്ന് ഡേവിഡ് അവന്തികയോട് പറയണു. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ആരെങ്കിലും നമുക്ക് കിട്ടും എന്നും പറഞ്ഞു. അപ്പോൾ പുതിയ ഷോറൂം തുടങ്ങുന്നതിന് മുൻപ് അത് വേണം. വിഷുവിന് നയന കളക്ഷൻസിനേക്കാളും നല്ല കളക്ഷൻസ് നമ്മുടെ ജ്വല്ലറിയിൽ തന്നെ ഉണ്ടാവണമെന്നും അവന്തിക ഇങ്ങനെ ഇതായിട്ട് പറയുമ്പോഴോ ഡേവിഡേ താൻ കുറച്ചുകൂടി അതിനു വേണ്ടി ഒന്ന് ശ്രമിക്കുക എന്ന് ഇയാൾ പറഞ്ഞു കൊടുക്കുക. ഞാനും എൻ്റെ രീതിയിൽ വേണ്ട കാര്യം നിങ്ങളൊക്കെ ചെയ്തോളാം. എന്തായാലും മോളുടെ ഒരു ആഗ്രഹം മോള് പറഞ്ഞതല്ലേ. അതുമാത്രമല്ല ആ നയന കുറച്ച് സാമർഥ്യം കൂടുതലുള്ള കൂട്ടത്തിലുള്ളവളാ. പിന്നെ അവൾ ആ തറവാട്ടിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങൾ അവിടെ ഉണ്ടായി എന്ന് മോൾ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യവും പറയണം. എൻ്റെ മോനും ജലജയൊക്കെ ഒരു മൂലയ്ക്കായി പോയത് അവളുടെ ഒരു വരവ് കൊണ്ടാണെന്നും പിന്നെ അത് നമ്മൾ സൂക്ഷിക്കണമെന്നും പറഞ്ഞു. അതുമാത്രമല്ല അമ്മായിയെ പോലും ഒരു സൈഡിലാക്കിയിട്ടാ അവൾ കുടുംബകാര്യങ്ങൾ ഏറ്റെടുത്തതെന്നുള്ള കാര്യവും അവന്തിക പറയുവാണ്. രാവിലെ മുറ്റത്ത് കോലം വരയ്ക്കുന്നത് തൊട്ട് അവളങ്ങ് തുടങ്ങായി പൂജയായിട്ടും വഴിപാടായിട്ടും അടുക്കളയെ കയറലൊക്കെ ആയിട്ടും ഒക്കെ. അപ്പോൾ ഒരു കുടുംബത്തിലുള്ളവരെ സ്വാധീനിക്കാൻ ഇതിനപ്പുറം വേറൊന്നും വേണ്ടല്ലോ സാർ എന്ന് ഡേവിഡും പറഞ്ഞു. എന്നിട്ടിപ്പോൾ എന്തായാലോ അവളുടെ ഭർത്താവ് പുറത്തായില്ലേ. ഇനി ഒരിക്കലും അകത്ത് കയറാൻ പറ്റാത്ത വിധത്തിൽ ഞാൻ അവരെ പൂട്ടും. ഞാനത് മോൾക്ക് തരുന്ന വാക്കാണെന്ന് പറയുമ്പോൾ അവന്തികയുടെ സന്തോഷം കാണായിരുന്നു. മൂർത്തി ജ്വല്ലറിക്ക് ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവില്ല എന്ന് തന്നെ അച്ഛൻ മോൾക്ക് വാക്ക് കൊടുക്കുന്നു. വർഷങ്ങളോളം മുകളിൽ നിന്നവർക്ക് താഴെ വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കയറി വരാൻ ഒരുപാട് സമയം പിടിക്കും മോളെ എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മാത്രമല്ല ഇവിടെ മറ്റു പല ജ്വല്ലറിക്കാരും മൂർത്തി ജ്വല്ലറിക്ക് മുകളിൽ കയറാൻ പോവുകയാണെന്ന കാര്യവും അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിന് AN ജ്വല്ലറി ഒരു നിമിത്തമാകുന്നു എന്നും മാത്രമേ ഉള്ളൂ എന്നും അച്ഛൻ മോൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അച്ഛനും മോളും കൂടെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുക കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മുടെ അനിയെ കാണിക്കുന്നത്. അനിയുടെ നമ്പറിലേക്ക് നമ്മുടെ നന്ദുവിൻ്റെ കോള് വന്നതും വീഡിയോ കോള്. നീ എന്താ ആകെ വിഷമത്തിലിരിക്കുന്നേ എന്ന് ചോദിച്ചു. നിനക്ക് കുറച്ച് ധൈര്യം തരാനാണ് ഞാൻ വിളിച്ചതെന്നൊക്കെ പറഞ്ഞ് നന്ദു പറയാം. അങ്ങനെ നമ്മുടെ നന്ദുവും അനിയും കൂടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അതിൽ നിന്നെല്ലാം മോചിപ്പിച്ചെടുക്കാൻ വേണ്ടി നന്ദു ഓരോ കാര്യങ്ങൾ പറയുവാണ്. പക്ഷെ മനസ്സിനെ അങ്ങ് പിടിച്ചാൽ കിട്ടുന്നില്ല എന്നുള്ള കാര്യം അനി ഇങ്ങനെ നന്ദുവിനോട് പറയുക കേട്ടോ. അപ്പോൾ അത് കേട്ടപ്പം ഇപ്പം നിൻ്റെ ജ്വല്ലറി വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നും അത് നീ മറന്നു പോകരുതെന്നും പറയാം. ആ സമയത്ത് എങ്ങനെയെങ്കിലൊക്കെ കമ്പനിയെ പിടിച്ചുയർത്താനാണ് നീ ശ്രമിക്കേണ്ടതെന്ന് നന്ദു പറഞ്ഞു കൊടുക്കാം. പിന്നെ ആദർശേട്ടൻ്റെ അന്വേഷണത്തിൽ ഞാനും ഭാഗമാവുന്നുണ്ടല്ലോ. എന്നെക്കൊണ്ട് കഴിയുന്ന കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഞാൻ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നീ ഓർത്ത് പേടിക്കണ്ട. എത്രയും പെട്ടെന്ന് എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുമെന്ന് തന്നെ എൻ്റെ വിശ്വാസം എന്നൊക്കെ നന്ദു ഇങ്ങനെ അനിയോട് പറയാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നന്ദുവിൻ്റെ അരികിലേക്ക് നവീൻ കയറി വരുന്നത്. അതേ നിൻ്റെ കൂട്ടുകാരൻ വന്നല്ലോ, നവീനേട്ടൻ വന്നു, ഞാൻ വിളിക്കാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. എന്നും പറഞ്ഞുകൊണ്ട് അനിതയെ കിടക്കുന്ന ചട്ടയും കലാനിയുടെ ഉള്ള കോൺസെൻട്രേഷനും കൂടെ പോയി കിട്ടിയിട്ടുണ്ട്. അവൻ എന്തിനായിരിക്കും വന്നതെന്നുള്ള ആവലാതിയായിരിക്കും ഇനി എനിക്ക്. അപ്പോൾ നവീൻ വന്നിങ്ങനെ നന്ദുവിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അനിയെ വിളിച്ചതെന്ന് പറഞ്ഞു. അല്ല അവനെന്ന് മൂർത്തി ജ്വല്ലറിയുടെ MD ആയല്ലോ എന്ന് പറയുമ്പം അവൻ സന്തോഷത്തോടെയൊന്നും അല്ല ജോലി ഏറ്റെടുത്തതെന്ന് നവീൻ അന്നേരം നന്ദുവിനോട് പറഞ്ഞു. അവൻ ഒരിക്കലും ആദർശേട്ടനേക്കാളും വലിയ പൊസിഷനിൽ എത്തണമെന്നൊന്നും ഒരിക്കലും ആഗ്രഹിച്ചിട്ടുള്ള ഒരാളല്ല എന്ന് നന്ദു ഈ നവീനോട് പറയാം. എന്നും ആദർശേട്ടന് താഴെ നിൽക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സുള്ള ആളവൻ. പിന്നെ അങ്ങനെയുള്ളപ്പോൾ ഇതൊന്നും അവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമല്ല നവീനേട്ടാന്നൊക്കെ നന്ദു പറഞ്ഞു. അപ്പോൾ നവീനും അതേന്നും പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അല്ല നവീനേട്ടൻ എന്താ വന്നേ, കേസ് എന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പം ഒരു കേസുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ പ്രോപ്പർട്ടി ബാർ അറ്റാച്ച്ഡ് ഹോട്ടൽ കെട്ടാൻ വേണ്ടിയിട്ട് ചിലർ കയ്യേറി
ആ കേസ് എൻ്റെ മുന്നിലാണ് വന്നിരിക്കുന്നതെന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ ഓക്കെ എന്നും പറഞ്ഞ് നന്ദു ഇരിക്കും. പിന്നെ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറയാം. പിന്നെ കേസിൻ്റെ കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞ് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ കല്യാണക്കാര്യത്തെ പറ്റി ചോദിച്ചു നന്ദു. കല്യാണക്കാരി എന്തായെന്ന് ചോദിച്ചു. അതിങ്ങനെ ഒന്നും തൊടാതെ നിൽക്കുകയാണെന്ന് നവീൻ അന്നേരം പറഞ്ഞു. പിന്നെ നടക്കുവാണെങ്കിൽ എൻ്റെ വിവാഹം അടുത്ത ചിങ്ങത്തിലെങ്കിലും നടക്കണമെന്ന് നവീൻ നന്ദുവിനോട് പറയുകയും ചെയ്തു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നവീൻ്റെ അമ്മയെ കാണിക്കുന്നത്. അച്ഛൻ മൂർത്തി സാറിൻ്റെ വീട്ടിൽ പോയിട്ട് മൂർത്തി സാറിൻ്റെ കൊച്ചുമോളെ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയില്ലല്ലോ അച്ഛാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയട്ടോ. അപ്പോൾ വേണം മോളെ, അതിനു മുന്നേ മൂർത്തിയോടൊന്ന് സംസാരിക്കാൻ വേണമെന്ന് പറഞ്ഞു. അത് നല്ലൊരാലോചനയായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറയാം. പിന്നെ നവീൻ്റെ അച്ഛനോട് പറഞ്ഞപ്പം നകുലേട്ടനും ആ ഒരു ബന്ധം കൊള്ളാമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം അവനങ്ങനെ പറഞ്ഞില്ലെങ്കിലും അതൊരു നല്ല ആലോചന തന്നെ അല്ലേന്ന് ചോദിച്ചു ഈ മുത്തശ്ശൻ. അതിലും വലിയൊരു ബന്ധം നമുക്കിനി കിട്ടില്ലല്ലോ മോളെ എന്ന് പറയുമ്പോൾ അവനെ സംബന്ധിച്ചും അത് അങ്ങനെ തന്നെ ആയിരിക്കും അച്ഛാന്ന് അമ്മയും പറയാം. കുട്ടിക്കാലത്ത് ഒരിക്കൽ നവീനുമായി നമ്മളെല്ലാവരും അനന്തപുരിയിൽ പോയ സമയത്ത് അവന്തിക മോളുടെ മുത്തശ്ശി തമാശ എന്ന വേണം മോളോട് ചോദിച്ചിരുന്നു, ഇവിടുത്തെ മരുമോളായി ഇങ്ങോട്ടേക്ക് വരുന്നുവെന്ന്. ഇപ്പം അത് ഏതാണ്ട് അറം പറ്റിയതുപോലെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പം അനിയുടെ നല്ല സുഹൃത്താണ് നവീൻ. പിന്നെ അതുപോലെ തന്നെ ആദർശിൻ്റെയും അനന്തപുരിക്കാരുടെ കേസ് ജയിച്ചതോടെ അവന് ഇപ്പോൾ അവിടെ എല്ലാവർക്കും ജീവനാണെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ജാതകം ചേരുമെങ്കിൽ ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. ഇപ്പം അങ്ങനെ ജാതകമൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ അച്ഛാന്നും അമ്മ പറയുമ്പം അതാണ് ഇപ്പോൾ ഉള്ളവരുടെ ഏറ്റവും വലിയ കുഴപ്പമൊന്നും. നല്ലൊരു ബന്ധം ഒത്തു വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും അത് നടക്കണമെന്ന് മാത്രമേ ആൾക്കാർ ചിന്തിക്കാറുള്ളൂ. അവിടെ പിന്നെ ജാതകത്തിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാറുമില്ല. രണ്ടുപേരുടെയും പൊരുത്തം നോക്കുമ്പോൾ മധ്യമത്തിലെങ്കിലും വേണമെന്നൊക്കെ പറയുക. അല്ലാതെ തീർത്തും ജാതകങ്ങൾ തമ്മിൽ ചേരില്ലെങ്കിൽ ആ ബന്ധം അത് നടത്താതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് മുത്തശ്ശൻ പറഞ്ഞു. ഇഷ്ടപ്പെട്ട ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുന്നത് സന്തോഷമാണെങ്കിലും അത് വേറെ വരുന്നത് അതിനേക്കാളും വലിയ വേദനയാണ്. അതുകൊണ്ട് ഇതെല്ലാം നോക്കിയും കണ്ടും ചെയ്താൽ മതി. മൂർത്തിയും അയാളുടെ ഭാര്യയൊന്നും ജാതകം തേടാതെ വിവാഹം നടത്തണമെന്ന് ഒരിക്കലും പറയില്ല. അതുകൊണ്ട് ആ ഭാഗമൊക്കെ അവർ തന്നെ നോക്കിക്കോളൂ എന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സെന്തോ ഈ ബന്ധം നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ നടക്കട്ടെ, നടന്നാൽ അത് നമുക്ക് വലിയൊരു കുടുംബമായിട്ടുള്ള കൂടിച്ചേരൽ മാത്രമായിരിക്കില്ല, വലിയൊരു ശക്തി കൂടി ആയിരിക്കും അതെന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ പറയണം. അപ്പോൾ അത് കേട്ട് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കാം മകള്. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളെല്ലാം അവർക്കിടയിൽ നടക്കുന്നു. ഇത് കഴിഞ്ഞ് പിന്നെ കിടക്കുന്ന മുത്തശ്ശൻ്റെ അടുത്തേക്ക് മുത്തശ്ശി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ കിടന്നാൽ പറ്റത്തില്ല, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറയും. മുത്തശ്ശന് തീരെ വയ്യ. അപ്പം ഞാൻ ജയനെ വിളിക്കാമെന്ന് പറയുമ്പം ആരെയും ബുദ്ധിമുട്ടിക്കണ്ടോ എന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞു. ആർക്കും ഇതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല എന്ന് പറഞ്ഞു തരും മുത്തശ്ശി. ഡോക്ടറെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയാൻ പറഞ്ഞു. അന്നേരം ഇങ്ങോട്ട് വന്നാലും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ തന്നെ പറയും. അതുകൊണ്ടൊന്ന് പോയിട്ട് വരുന്നതല്ലേ നല്ലതെന്ന് ചോദിച്ചു കേട്ടോ. അങ്ങനെ മുത്തശ്ശി വേഗം ഫോൺ എടുത്ത് ജയനെ വിളിക്കാൻ നോക്കാം. എന്നിട്ട് അച്ഛന് തീരെ വയ്യ, വേഗം വരാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ഉന്മേഷവും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഏതു നേരവും ഓരോന്ന് ചിന്തിച്ചു കൂട്ടിക്കൂട്ടിരിക്കുക അല്ലേ എന്നിങ്ങനെ മുത്തശ്ശി ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ചു മുത്തശ്ശൻ. എന്നാലോ ആദർശിനെ നയനെ തിരിച്ചു വിളിച്ചാലോ എന്ന് പറഞ്ഞാലോ അത് കേൾക്കുകയില്ല. അപ്പം ഞാൻ തന്നോട് പറഞ്ഞ കാര്യം ബാക്കിയുള്ളവരെ കൂടി താൻ അറിയിക്കുകയാണോ? അതുകൊണ്ടാണ് ഞാൻ ആരോടും ഒന്നും പറയാത്തതെന്ന് മുത്തശ്ശിയോട് പറയുക. പിന്നെ താൻ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് കൊണ്ട് മാത്രം മനസ്സിലുള്ളത് ഞാൻ തുറന്നു പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദേവയാനും ജയനും വന്നു. എന്താ അച്ഛാന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ലടാ മോനെ, ഒരു ചെറിയ കുളിരും പനിയും, അതിന് അയാൾ ഇവിടെ കിടന്നെങ്കിൽ നിലവിളിക്കുന്നതെന്ന് പറയുമ്പോൾ ദേവയാനി ഓടി വന്ന് നെറ്റിയിലൊക്കെ തൊട്ട് നോക്കി. അയ്യോ പൊള്ളുന്ന ചൂടാണല്ലോ ചേട്ടാന്ന് പറഞ്ഞു. ഓരോ നിമിഷം കഴിയുന്തോറും അത് കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുകയാണെന്ന് മുത്തശ്ശി പറഞ്ഞു. ജയ എത്രയും പെട്ടെന്ന് അച്ഛനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഞാനും വരാമെന്ന് മുത്തശ്ശി പറയുമ്പോൾ അച്ഛൻ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞു. എന്നാൽ ശരി, എന്നാൽ കുടുംബത്തിൽ എല്ലാവരെയും വിളിക്കുക, ഉത്സവത്തിന് പോകുന്ന പോലെ പോകാം, ഒന്ന് ഉറങ്ങിക്കഴിയുമ്പോൾ മാറുമെന്ന് പറഞ്ഞ് അയാൾ കേൾക്കണില്ല എന്ന് മുത്തശ്ശൻ ഇങ്ങനെ ദേവയാനിയോട് പറഞ്ഞു. അപ്പോൾ നല്ല ചൂടുണ്ടല്ലോ അച്ഛാ, എന്തായാലും നമുക്കൊന്ന് പോയിട്ട് വരാം അച്ഛാ. എന്നാൽ പിന്നെ നീ മാത്രം വന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ തരുന്ന മരുന്ന് കഴിച്ചാൽ പെട്ടെന്ന് തിരിച്ചു പോരാലോ എന്നൊക്കെ ദേവയാനി അച്ഛനോട് ഇങ്ങനെ പറയണേ. ഇടയ്ക്കിടയ്ക്ക് ചെക്കപ്പിന് ചെല്ലണമെന്ന് ഡോക്ടർ പറഞ്ഞതാ, എന്നിട്ടിപ്പോൾ അതെല്ലാം മുടക്കിയേക്കാണെന്ന് മുത്തശ്ശി പറഞ്ഞു. അപ്പോൾ ഞാൻ ജയനൊപ്പം പോയിട്ട് വരാം, ഇനി അതിനെപ്പറ്റി ഒരു സംസാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വരാമെന്ന് മുത്തശ്ശി. അപ്പോൾ കാലിന് വയ്യാത്ത താനെന്തിനാ വരുന്നത്, എന്നെക്കാളും തളർച്ചയല്ലേ തനിക്ക്, അപ്പോൾ പിന്നെ താനെന്തിനാ വരുന്നത്, ഇന്നിനിപ്പോൾ എന്നെ അവിടെ കിടത്തുകൾ, നാളെ രാവിലെ താൻ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശൻ ജയൻ്റെ കൂടെ പോകും കേട്ടോ. അപ്പം നമ്മുടെ മുത്തശ്ശൻ കുഴഞ്ഞു വീണ് കഴിഞ്ഞിരിക്കുന്നു, തകർച്ചയുടെ ഇതിൽ നിൽക്കുന്ന ആ ഒരു ഇതിൽ. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ കഴിക്കും നമ്മുടെ നയന കേട്ടോ. നയന വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുക കിടക്കാതെ. അപ്പോൾ ആദർശം അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, എന്ത് പറ്റി താനത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ എന്താണെന്ന് അറിയില്ല ആദർശേട്ടാ, മനസ്സിനകത്ത് വലിയൊരു ഭാരം പോലെ.
ആദർശേട്ടാ വീട്ടിലേക്കൊന്ന് വിളിച്ചാലോ എന്ന് നയന ചോദിക്കാട്ടോ. അപ്പം നിന്റെ വീട്ടിലേക്കാണോ എന്ന് ചോദിക്കുമ്പം അല്ല ആദർശേട്ടൻ്റെ വീട്ടിലേക്ക് വിളിച്ചാലോ, കുറച്ച് മുമ്പ് അമ്മ വിളിച്ചില്ലായിരുന്നു എന്ന് ചോദിച്ചു. വിളിച്ചു, എന്നാലും എന്തോ ആർക്കോ എന്തോ കുഴപ്പം പറ്റിയതുപോലൊരു തോന്നൽ മനസ്സിന്. ഇനിയിപ്പോൾ ആ ഒരു തോന്നൽ മനസ്സിൽ വെച്ചിട്ട് ഉറക്കം കളയണ്ട, നീ വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ആദർശ് പറഞ്ഞതനുസരിച്ച് നയന വിളിക്കുക ദേവയാനിയെ. അപ്പോൾ ജലജയും ദേവയാനിയും കൂടെ അവിടെ ഇരിക്കുക കേട്ടോ. ഈ മോളിനി അറിഞ്ഞോ എന്തോ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ദേവയാനി ഫോൺ എടുത്തു. ജലജ അന്നേരം ഇങ്ങനെ ചെയ്ത് വട്ടം പിടിച്ചിരിക്കുക എന്താണെന്ന് അറിയാൻ. ഹലോ മോളെ, അമ്മ ഉറങ്ങിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല മോളെ എന്ന് പറഞ്ഞു. അമ്മേ അവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പം അത് പിന്നെ അച്ഛന് ചെറിയൊരു കുളിരും പനിയൊക്കെ വന്നു മോളെ എന്ന് പറയുമ്പോഴേക്കും അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് നയന. അപ്പോൾ ആദർശ് ഇങ്ങനെ നോക്കി നിൽക്കുക, ഭാവമാറ്റം. അച്ഛനിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ജയേട്ടൻ എന്ന് പറയുമ്പോൾ അയ്യോ കൂടുതലാണോ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ആദർശിന് ഭയങ്കര ഒരു ടെൻഷൻ. അങ്ങനെയൊന്നുമില്ല, പനിയുണ്ട്, പിന്നെ ഇപ്പം അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ, വിവരങ്ങളൊന്നും കൃത്യമായിട്ട് അറിയത്തില്ല, മോള് പേടിക്കണ്ട കേട്ടോ എന്ന് ദേവയാനി പറയുമ്പം എനിക്കാണെങ്കിൽ അവിടെ ആർക്കും എന്തോ സംഭവിച്ചു എന്നുള്ളൊരു തോന്നലുണ്ടായി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചതെന്നൊക്കെ ദേവയാനിയോട് നയന പറയാം. പെട്ടെന്ന് തന്നെ ആദർശ് ഫോൺ വാങ്ങിച്ചു. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ലടാ, അത് പിന്നെ ഒന്നിൻ്റെ മുത്തശ്ശന് ചെറിയൊരു പനി അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പം അച്ഛനെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണെന്നും പറഞ്ഞു. അപ്പോൾ രാവിലെ മുതൽ പനി ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിനെപ്പറ്റി ഒന്നും അറിയില്ലടാ മോനെ, ഇപ്പോഴും നല്ല വിറയലും ചൂടൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് ചേട്ടൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ശരി അമ്മേ ഞാൻ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് വേഗം ഫോൺ നോക്കി കട്ട് ചെയ്തു. ആ സമയത്ത് ആദർശിന് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ പോയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഞാനും വരാം ആദർശേട്ടാന്ന് പറഞ്ഞു. വേണ്ട നീ വരണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതെന്തിനാ എന്നെ ഒഴിവാക്കണേ, അതിൻ്റെ ആവശ്യം എന്താ, എനിക്ക് മുത്തശ്ശനെ കാണണമെന്ന് നിർബന്ധം പിടിക്കുമ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് മുത്തശ്ശൻ്റെ ജന്മമാസമാണെന്ന്, അതുകൊണ്ടാണ് ഞാൻ അമ്പലത്തിലെ ശയനപ്രദക്ഷിണമൊക്കെ നടത്താമെന്ന് പറഞ്ഞത്. നാളെ നമുക്ക് ക്ഷേത്രത്തിൽ പോകണം ആദർശേട്ടാ, എന്നിട്ട് മുത്തശ്ശൻ്റെ പേരിൽ വഴിപാടുകളൊക്കെ നടത്തണമെന്ന് പറയുമ്പോൾ മൃത്യുഞ്ജയ ഹോമി മൃത്യുഞ്ജയ അർച്ചനയൊക്കെ നടത്തിയതാ, എന്നിട്ടും സമയദോഷം മുത്തശ്ശനെ വിട്ട് പിരിയുന്നില്ലല്ലോ എന്ന് ആദർശ് ഇങ്ങനെ ആകുലതയോട് പറയാം. എന്നോട് മുത്തശ്ശൻ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിൽ ഇനി നമ്മളെ കാണാത്ത ദേഷ്യം കൊണ്ടായിരിക്കോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്നിങ്ങനെ ആദർശ് നയനോട് ചോദിച്ചു. എന്തായാലും ഇനി വേഷം മാറാനൊന്നും നിൽക്കണം, നമുക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മുത്തശ്ശനെ കാണാനായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുക. ആ സമയത്ത് മുത്തശ്ശൻ അവിടെ ട്രിപ്പൊക്കെ ഇട്ട് കിടത്തിയിരിക്കുകയായിരുന്നു ഹോസ്പിറ്റലിൽ. അദ്ദേഹം ചെറിയൊരു മയക്കത്തിൽ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ കൊച്ചുമ ഒക്കെ വരണമെന്നുള്ളൊരാഗ്രഹം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷെ പുറത്താരോടും പറയുന്നുമില്ല, കാണിക്കുന്നുമില്ല. എന്തായാലും ആ മനുഷ്യൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചതുപോലെ തന്നെ ആദർശം നയനയും വിവരങ്ങൾ അറിഞ്ഞ് അദ്ദേഹത്തെ കാണാനായിട്ട് ചെല്ലുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. ടാറ്റാ.